വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ബ്രിട്ടീഷ് ദ്വീപ് പ്രദേശമായ ബർമുഡയിൽ ചില അസ്വസ്ഥമായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുവെന്ന് ഗവേഷകരുടെ വെളിപ്പെടുത്തൽ. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവിടുത്തെ മാറ്റങ്ങൾക്ക് കാരണമായി അവർ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഒരു സത്യമാണ്. അത് സമുദ്രങ്ങളിലും സമുദ്രജീവികളിലും അപകടകരമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആഗോളതാപനം സമുദ്ര ചംക്രമണത്തെ ബാധിക്കുന്നു. സമുദ്രത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു. പോഷക വിതരണത്തിലും ലവണാംശത്തിലും മാറ്റമുണ്ടാകുന്നു. സമുദ്രത്തിലെ അമ്ലീകരണം, ഇതിനെല്ലാം കാലാവസ്ഥാ വ്യതിയാനം കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശാസ്ത്രജ്ഞർ ബർമുഡയ്ക്ക് ചുറ്റുമുള്ള സമുദ്രഭാഗത്ത് അസ്വസ്ഥജനകമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നിരീക്ഷിച്ചത്. 40 വർഷമായി ഗവേഷകർ സമുദ്രത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ പഠനത്തിൽ ദ്വീപ സമൂഹത്തിന് ചുറ്റുമുള്ള അറ്റ്ലാന്റിക് സമുദ്രം എളുപ്പത്തിൽ ചൂടാകുകയും ഓക്സിജൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നതായി അവർ കണ്ടെത്തി. ഇതുമൂലം സമുദ്രത്തിന്റെ ഉപ്പും അമ്ലതയും വർദ്ധിച്ചിരിക്കുകയാണ്. 1983 മുതൽ ബർമുഡയ്ക്ക് ചുറ്റുമുള്ള ജലം ഗവേഷകർ നിരീക്ഷിച്ചു വരുന്നുണ്ട്. സമുദ്രത്തിന്റെ ആഴത്തെയും ഉപരിതലത്തെയും കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും, അതായത് ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളെയും കുറിച്ച് പഠിക്കാനും പരിശോധിക്കാനും ഗവേഷകർ എല്ലാ മാസവും സമുദ്രത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നു. ബർമുഡ അറ്റ്ലാന്റിക് ടൈം സീരീസ് സ്റ്റഡി ബാറ്റ്സിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലിൽ പറയുന്നത് ഇപ്രകാരമാണ്. ബർമുഡ ദ്വീപിന്റെ തെക്കുകിഴക്കായി 80 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഈ മാറ്റം ആരംഭിച്ചിരിക്കുന്നത്. 1980കളെ അപേക്ഷിച്ച് 2020കളിൽ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ജലം എങ്ങനെ മാറിയെന്ന് ഇത് അടിവരയിടുന്നു. ഡിസംബർ 8 ഫ്രോണ്ടിയേഴ്സ് ഇൻ മറൈൻ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പ്രബന്ധത്തിൽ ഗവേഷകർ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജൂലിയാൻ റിഗ്ലി ഗ്ലോബൽ ഫ്യൂച്ചേഴ്സ് ലബോറട്ടറിയുടെ യൂണിറ്റായ ബർമുഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ സയൻസിലെ സമുദ്ര ഗവേഷകനും ASUവിലെ സ്കൂൾ ഓഫ് ഓഷ്യൻ ഫ്യൂച്ചേഴ്സിലെ പ്രൊഫസറുമായ പ്രൊഫസർ നിക്കോളാസ് ബെറ്റ്സ് പറയുന്നത് ഇങ്ങനെയാണ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉപരിതല സമുദ്രത്തിൽ കഴിഞ്ഞ 40 വർഷമായി ഏകദേശം 1 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയിട്ടുണ്ട്. കൂടാതെ സമുദ്രത്തിലെ ലവണാംശം വർദ്ധിക്കുകയും അതുമൂലം ഓക്സിജൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിനാൽ സമുദ്രത്തിലെ അസിഡിറ്റി 1980 മുതൽ 2020 വരെ വർദ്ധിച്ചതായി കാണുന്നു. ബെറ്റ്സ് മോണിറ്ററിംഗ് സ്റ്റേഷനിൽ 1980 മുതൽ ഓരോ ദശാബ്ദത്തിലും സമുദ്രോപരിതല താപനില ഏകദേശം 0.24 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചുവെന്നാണ് കാട്ടുന്നത്. 40 വർഷം മുമ്പുള്ളതിനേക്കാൾ ഇപ്പോൾ സമുദ്രത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണെന്ന് കണ്ടെത്തലുകൾ പറയുന്നു. മുൻ ദശകങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ 4 വർഷങ്ങളിൽ സമുദ്ര താപനില കുത്തനെ ഉയർന്നിട്ടുണ്ടെന്നും ഗവേഷകർ കണ്ടെത്തി. ചൂട് മാത്രമല്ല, ജലത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ലവണാംശവും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സമീപകാല പ്രവണതകളിൽ വച്ച് സമുദ്ര താപനിലയിലെ മാറ്റങ്ങളുടെയും അന്തരീക്ഷ താപനം പോലെയുള്ള പാരിസ്ഥിതിക മാറ്റങ്ങളുടെയും ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ചൂടേറിയ വർഷങ്ങളാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു, ബെറ്റ്സ് പ്രസ്താവിച്ചു. ഇതുമൂലം കഴിഞ്ഞ 40 വർഷത്തിനിടെ ജലജീവികൾക്ക് ലഭ്യമായ ഓക്സിജന്റെ അളവ് 6% കുറഞ്ഞുവെന്നും ഡാറ്റ കാണിക്കുന്നു. സമുദ്ര ആവാസ വ്യവസ്ഥ ഇപ്പോൾ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അനുഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാസ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് CO2 ആഗിരണം ചെയ്യുന്നതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം.